വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊരു പുട്ട് പുഴുങ്ങിയാലോ ഇന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രാഹ്മിൻസിൻ്റെ ചെമ്പാ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഈ പുട്ടുപൊടി കൊണ്ട് പുട്ടുണ്ടാക്കിയാൽ. അപ്പം ഞാൻ ഈ കപ്പിൽ 1 കപ്പ് പുട്ടുപൊടിയാണ് എടുക്കുന്നത്. പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഒരു ബൗളിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് കട്ടയില്ലാതൊന്ന് നനച്ചെടുക്കണം. ഇനി ഞാൻ ഇതിനകത്തേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നമുക്ക് കൈവച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ കട്ടയില്ലാതെ നല്ലതായിട്ട് ഇളക്കി ആ വെള്ളമൊക്കെ ഒന്ന് പിടിച്ച് ആ പുട്ടുപൊടി ഒന്ന് കുതിർന്ന് വരണം. ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. ഒട്ടും കട്ടയില്ലാതെ നമുക്ക് കിട്ടും. ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ പുട്ടുപൊടി നനയ്ക്കാനായിട്ട്. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കൈവച്ച് കട്ടയില്ലാതെ നനച്ച് എടുക്കണം. അപ്പം നിങ്ങൾ ഇതുപോലാണോ പുട്ടുപൊടി നനയ്ക്കുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ടേസ്റ്റായി ഈ പുട്ടുപൊടി വെച്ച് പുട്ടുണ്ടാക്കിയാൽ. ചിലരാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് തേങ്ങയും കൂടി ഇട്ടാണ് ഇളക്കുന്നത്. ഞാനിപ്പോൾ തേങ്ങ സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പുട്ടുപൊടിയൊക്കെ നനച്ച് കഴിഞ്ഞിട്ട് കയ്യിൽ ഈ പരുവത്തിന് കിട്ടണം. അപ്പോൾ പുട്ടുപൊടി നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അതവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു പുട്ടുകുടത്തിനകത്ത് വെള്ളം അടുപ്പത്ത് വയ്ക്കാം. വെള്ളമൊക്കെ തിളച്ച് ഒന്ന് ആവി വരുമ്പോൾ നമുക്ക് പുട്ട് പുഴുങ്ങാം. അതായത് തേങ്ങ കൂടി ഇവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ മൂടിയൊക്കെ ഒന്ന് മാറ്റി നോക്കാം. മാറ്റി നോക്കിയിട്ട് നമുക്ക് പുട്ട് കുറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ തറയിലൊക്കെ മാവ് വീഴും. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി അതിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തു. ഇനിയും നമുക്ക് മാവിട്ട് കൊടുക്കാം. ഇതുപോലെ ഇടാം. ഒരുപാട് അങ്ങ് അമുക്കി വയ്ക്കരുത്. കാരണം അമുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുട്ടുകൂടത്തിനകത്തുനിന്ന് ഇത് പുട്ട് ഇങ്ങനെ നമ്മൾ തള്ളിയിടുമ്പോഴത്തേനും അത് വരത്തില്ല. വീണ്ടും നമ്മൾ തേങ്ങ വെച്ച് കൊടുത്ത് തേങ്ങ വെച്ചിട്ട് അതിൻ്റെ മൂടിയൊക്കെ ഒന്ന് അടയ്ക്കുക. അടച്ചതിന് ശേഷം നമുക്ക് ആ പുട്ടുകൂടത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. നമുക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ പുട്ട് റെഡിയാവും. പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് പുട്ട് തള്ളിയിടാവേ. ഞാനിവിടെ തള്ളിയിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല സൂപ്പർ പുട്ടാണ്. ഞങ്ങൾ പുട്ടിൻ്റെ കൂടെ മീൻകറിയും കൂട്ടിയാണ് കഴിക്കുന്നത്. നല്ല അയലക്കണ്ണി എന്നൊക്കെ പറയും. ആ മീൻ കിട്ടി. അത് ഞങ്ങൾ തേങ്ങ അരച്ച് കറി വെച്ചു. അപ്പോൾ പുട്ടും മീൻകറിയും കൂട്ടി നമുക്കൊന്ന് തട്ടാം. കണ്ടോ, ഇതുപോലൊന്ന് പുട്ടുണ്ടാക്കിയിട്ട് മീൻകറിയൊക്കെ വെച്ച് മീൻകറിയും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കണേ. നല്ല രുചിയാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.